തമ്പുവിന്റെ തള്ളൽ പൊളിഞ്ഞു, പള്ളിപിടുത്തക്കാർ പണി തുടരുന്നു. തമ്പു വരും, എല്ലാം സബൂറാക്കും എന്ന് പറഞ്ഞു നടന്ന തമ്പുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെയാണ്. തമ്പു വന്നു കഴിഞ്ഞാൽ കൂട്ടുകാരനായ പിണറായി ഉടനെ നിയമം പാസാക്കും. നിയമം പാസാക്കി കഴിഞ്ഞാൽ പിന്നെ പള്ളിപിടുത്തക്കാർ 3G ആകും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പൂർവാധികം ശക്തിയോടെ മത്തായിപ്പട പള്ളിപിടുത്തത്തിനിറങ്ങി. ഇടയ്ക്കിടയ്ക്ക് പള്ളിപിടുത്തം മൂപ്പിച്ചില്ലെങ്കിൽ മത്തായിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കഴിഞ്ഞ ദിവസം പുളിന്താനം സെയിന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പോലീസ് സഹായത്തോടെ പ്രവേശിക്കുവാനുള്ള മത്തായിപ്പടയുടെ ശ്രമം യാക്കോബായ വിഭാഗം വിശ്വാസികളെ മുന്നിൽ നിർത്തി പ്രതിരോധിച്ചു. കോടതി വിധി വന്നതിന് ശേഷം ഇത് 4ാം തവണയാണ് പള്ളിയിൽ പ്രവേശിക്കുവാൻ കഴിയാതെ 2017 വിധിയും മടക്കി നിക്കറിലിട്ടുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗം പരാജയപ്പെട്ട് തിരിച്ചു പോകുന്നത്. പള്ളി പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്ന കോടതി വിധി നടപ്പിലാക്കാത്തതിനെതിരെ ഓർത്തഡോക്സ് വിഭാഗം പോത്താനിക്കാട് SHOയെ കക്ഷിയാക്കി കോടതിയലക്ഷ്യ ഹർജി നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് കോടതി ആലുവ റൂറൽ SP വിളിച്ചു വരുത്തുകയും ജനുവരി 11 മുമ്പായി വിധി നടപ്പിലാക്കി കോടതിയെ അറിയിക്കണമെന്നും ഉത്തരവിട്ടു. ഇതിനെ തുടർന്നാണ് CK ഐസക് കോർ എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിൽ ഓർത്തഡോക്സ് വിശ്വാസികളും പോലീസും സ്ഥലത്തെത്തിയത്. സബ് കോടതി വിധി മുതൽ ഹൈക്കോടതി വിധിയെല്ലാം അവർക്ക് യാതൊരു അനുകൂലം കിട്ടിയിട്ടില്ല. അത് ആ വിധി കിട്ടിയ സമയം മുതൽ അവർക്ക് ആ പള്ളി പ്രവേശിക്കാനോ ഒന്നും ചെയ്യാൻ അവകാശമില്ല. കുർബാനയുടെ അവകാശമില്ല, പെരുന്നാൾ നടത്താൻ അവകാശമില്ല, ഒന്നും ചെയ്യാൻ അവകാശമില്ല. അത് ഇപ്പോഴത്തെ അവർ ചെയ്യുന്ന കോടതി അലക്ഷ്യമാണ്. കോടതിയുടെ വിധിയുടെ പരസ്യമായ ലംഘനമാണ്. വെറും 15 വിശ്വാസികളാണ് പള്ളിയിൽ പ്രാർത്ഥിക്കാൻ മുട്ടി പ്രവേശിക്കാനെത്തിയത്. എന്നാൽ പ്രധാന കവാടത്തിന് താഴെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 100 കണക്കിന് യാക്കോബായ സഭാ വിശ്വാസികൾ പ്രതിരോധം തീർത്തതിനാൽ ഇവർക്ക് പള്ളിയിൽ പ്രവേശിക്കുവാനായില്ല. പുത്തൻകുരിശ് DYSP DB വിജയൻ, പെരുമ്പാവൂർ ASP മോഹിത് റാവത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ 200ഓളം വരുന്ന പോലീസ് സന്നാഹവും സ്ഥലത്തുണ്ടായിരുന്നു. കോടതി വിധി നടപ്പിലാക്കുവാൻ അനുവദിക്കണമെന്ന പോലീസിന്റെ ആവശ്യം യാക്കോബായ വിഭാഗം അംഗീകരിച്ചില്ല. സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള അപ്പീൽ ഫെബ്രുവരി 6 പരിഗണിക്കും വരെ സാവകാശം തരണമെന്ന് യാക്കോബായ വിഭാഗം ആവശ്യപ്പെട്ടു. യാക്കോബായ സഭാ ട്രസ്റ്റി തമ്പു ജോർജ് തുകലൻ വിശ്വാസികളുടെ ഇടയ്ക്ക് നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ കള്ളനും TU കുരുവിള എന്ന കാട്ടുകള്ളനും കൂടിയാണ് യാക്കോബായ സഭയെ ഓർത്തഡോക്സ് സഭയ്ക്ക് മൊത്തത്തിൽ തൂക്കി വിറ്റത്. സുപ്രീം കോടതിയിൽ കേസ് തോറ്റുകൊടുത്തിട്ട് ഇന്ന് സ്ത്രീകളുടെയും കുട്ടികളുടെയും തല്ലുകൊള്ളിക്കുവാൻ ഇട്ടുകൊടുത്തിട്ട് അവരുടെ ഇടയ്ക്ക് നൈസായി നിൽക്കുന്നത് കാണുക. ഇതിനിടെ താഴിട്ട് പൂട്ടിയിരുന്ന പ്രധാന കവാടം പൊളിക്കുവാൻ പോലീസ് ശ്രമിച്ചത് നേരിയ സംഘർഷത്തിന് കാരണമായി. പ്രതിഷേധം കനത്തതോടെ പോലീസ് പിന്തിരിഞ്ഞു. സംഘർഷത്തിന് അയവുണ്ടായെങ്കിലും ഓർത്തഡോക്സ് വിഭാഗം വിധി നടപ്പിലാക്കാതെ പിരിഞ്ഞു പോകില്ല എന്ന നിലപാടെടുത്തു. വ്യാഴാഴ്ച ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതുവരെ പള്ളിക്ക് മുന്നിൽ സമരം തുടരുവാനാണ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ തീരുമാനം. പ്രതിരോധവുമായി യാക്കോബായ വിഭാഗവും നിലയുറപ്പിച്ചിട്ടുണ്ട്. 1905 സ്ഥാപിച്ച പള്ളിയിൽ 300ഓളം യാക്കോബായ കുടുംബാംഗങ്ങളാണുള്ളത്. വെറും 8 കുടുംബാംഗങ്ങൾ മാത്രമുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി വിട്ടു നൽകുവാൻ തയ്യാറല്ല എന്നതാണ് യാക്കോബായ വിഭാഗത്തിന്റെ നിലപാട്. തമ്പുവും തീവട്ടി കുരുവിളയും ചേർന്ന് പിണറായിയെ കൊണ്ട് പള്ളി പിടിക്കുവാനുള്ള ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്ന വിശ്വാസത്തിലാണ് യാക്കോബായ സഭാ വിശ്വാസികൾ. തമ്പുവിന് ഈ പള്ളി പോയാൽ പിന്നെ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത അവസ്ഥയുണ്ടാകും തീർച്ച. സീരിയസ്
ആരെയും മാറ്റാൻ പറ്റില്ല. ഇല്ല, മാറ്റില്ല. ഞാൻ ആദ്യമേ പറഞ്ഞു, എന്നെ കൊന്നിട്ട് നിങ്ങൾ മാറ്റി. ഇതല്ലാതെ നിങ്ങൾ മാറി മോനെ മാറി സൈഡിൽ നിന്ന് കുറച്ച് മാറി. ചെറിയ നമ്മുടെ ആൾക്കാരാണ്.
മുന്നോട്ട് തള്ളരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.